പൊന്നൊരുക്കിയ പോറ്റി സമ്പന്നനായതെങ്ങനെ? സർക്കാർ ചിലവിൽ നാട് ചുറ്റിക്കറങ്ങി തിരികെ തലസ്ഥാനത്ത്. കോടികൾ കൊണ്ട് അമ്മാനമാടിയ പോറ്റിക്ക് പറയാനേറെ ഉണ്ടാവും. ശബരിമല സ്വർണക്കള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നാട് ചുറ്റിക്കാൻ ഇറങ്ങിയപ്പോൾ സ്വർണക്കൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത്. കിലോ കണക്കിന് സ്വർണമാണ് പോറ്റി ഉരുക്കി കടത്തിയത്. ഇത്രയും വർഷം ഉരുക്കിയെടുത്ത പൊന്നൊക്കെ വിറ്റ് സ്വപ്ന നഗരിയായ ബംഗളൂരുവിൽ സുഖവാസം. ഇപ്പോഴെങ്കിലും പോറ്റിയെ പെട്ടിക്കുള്ളിലാക്കിയില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? നോമ്പ് നോറ്റ് അയ്യനെ കാണാൻ സന്നിധാനത്തെത്തുന്നവർക്ക് 18 പടിയുണ്ടോ എന്ന് എണ്ണി നോക്കേണ്ടി വന്നേനെ. അയ്യപ്പ വിഗ്രഹത്തെ ഒരു നോക്ക് കാണാൻ കാനനപാത താണ്ടി വന്ന് ഒടുവിൽ കാണാൻ പറ്റുന്നത് വിഗ്രഹത്തിന് പകരം ഒരു ഫോട്ടോ മാത്രമായിരുന്നേനെ. അയ്യപ്പനെ അടിച്ചു കൊണ്ടുപോയി ഉരുക്കി വിറ്റ് സുഖവാസം നടത്താനും മടിക്കില്ല നമ്മുടെ കപടപ്പോറ്റി. വർഷങ്ങളായി തുടരുന്ന പൊന്നുരുക്കലിന്റെ ചില ഭാഗങ്ങൾ മാത്രം കണ്ടെത്താൻ സാധിച്ചല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. തെളിവെടുപ്പിനായി ബെള്ളാരിയിലും ചെന്നൈയിലും ബംഗളൂരുവിലും സർക്കാർ ചെലവിൽ കറങ്ങിയ ശബരിമല സ്വർണക്കൊള്ളയുടെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരികെ തലസ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്. 2-ാം പ്രതി മുരാരി ബാബുവാണ് പിന്നണിയിൽ പ്രവർത്തിച്ച മറ്റൊരു ശക്തൻ. 2 തട്ടിപ്പുകാരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ക്രൈംബ്രാഞ്ച്. മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് ഒരിക്കലും ഇത്രയും സ്വർണമൊന്നും ശബരിമലയിൽ നിന്നും കടത്താനാവില്ലെന്ന് വ്യക്തമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എങ്കിൽ അതിന്റെ പിന്നിൽ ദേവസ്വം ബോർഡിലെ തന്നെ ഉന്നതർക്ക് പങ്കുണ്ടോ എന്ന അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. ചെമ്പ് പൊതിഞ്ഞ് സ്വർണം പൂശുവാനായി തേക്കിൻ തടിയിൽ ശബരിമലയിലെ ശ്രീകോവിൽ വാതിൽ പണിതത് താനാണെന്ന വെളിപ്പെടുത്തൽ ഗോവർദ്ധന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. 2019 ഗോവർദ്ധൻ പുതുക്കിപ്പണിത വാതിലുമായി ശബരിമലയിൽ എത്തുന്നത്. ഈ വാതിൽ ബെല്ലാരിയിൽ പൂജിച്ചിരുന്നുവെന്നും അന്നത്തെ പൂജയിൽ ആയിരങ്ങൾ പങ്കെടുത്തിരുന്നുവെന്നുമുള്ള തുറന്നു പറച്ചിലിൽ അന്വേഷണം ആവശ്യമാണ്. ഈ പൂജയാണല്ലോ തനി മലയാളത്തിൽ കൊള്ളപ്പണം എന്ന് പറയുന്നത്. തെളിവെടുപ്പിനായി വിവിധ സ്ഥലങ്ങളിൽ കറങ്ങിയെങ്കിലും ആകെ കിട്ടിയത് 576 ഗ്രാം സ്വർണം മാത്രമാണ്. 4 കിലോ 584 ഗ്രാം സ്വർണമാണ് ശബരിമലയിൽ നിന്നും പൊന്നുരുക്കാൻ എന്ന പേരിൽ പോറ്റി കൊണ്ടുപോയത്. അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ഒരു സംഘം ആസൂത്രണം ചെയ്തതെന്നും പറയാം. ഇനിയും കിട്ടാനുള്ള സ്വർണം എവിടെയെന്ന ചോദ്യം ബാക്കിയാവുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പൊന്നൊരുക്കാൻ മാത്രമല്ല വട്ടിപ്പലിശക്കാരനാണെന്നും ഈ അന്വേഷണത്തോടെ തെളിഞ്ഞിട്ടുണ്ട്. ശ്രീരാംപുരയിലെ പോറ്റിയുടെ അയൽവാസികൾക്ക് ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ് സ്വർണ്ണ തട്ടിപ്പ്. 20 വർഷത്തിലധികമായി ശ്രീരാംപുരയിൽ താമസിക്കുന്ന പോറ്റി ശാന്തസ്വരൂപനും എല്ലാവർക്കും പ്രിയപ്പെട്ടവനുമാണ്. ശാന്തസ്വരൂപനായ പോറ്റി വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. സ്വർണം പൂശാനും ശ്രീകോവിൽ വാതിലുകൾ പൂജിക്കാനും എന്ന പേരിൽ നിരവധി സ്പോൺസർമാരിൽ നിന്നും വൻ തുക സംഭാവനയായി വാങ്ങുകയും അതെല്ലാം ബംഗളൂരുവിൽ തന്നെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്കായി നിക്ഷേപിച്ചിട്ടുണ്ടെന്നുമുള്ള തെളിവുകളാണ് SITക്ക് ലഭിച്ചിരിക്കുന്നത്. പോറ്റിയുടെ വിളനിലം ബംഗളൂരു തന്നെയാണ്. ശബരിമലയുടെ പേരിൽ നടത്തിയ കൊള്ളയുടെ പൂർണ്ണ വിവരം കിട്ടുമ്പോൾ മാത്രമേ എത്ര ഭീകരമായിരുന്നു ഈ സ്വർണക്കള്ളന്മാർ നടത്തിയ ഗൂഢാലോചനയെന്ന് വ്യക്തമാവുകയുള്ളൂ. ശബരിമല വിഷയം BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. കുറ്റം പറയരുതല്ലോ. BJP ശബരിമല വിഷയത്തെക്കുറിച്ച് ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിവയ്ക്കുന്നതാണോ ഇപ്പോൾ നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സ്വർണക്കൊള്ളയിൽ മന്ത്രി VN വാസവന്റെ പങ്ക് SIT കണ്ടുപിടിച്ചെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുന്നത്. ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്കെതിരെ BJP സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയ രാപ്പകൽ ഉപരോധ സമരത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തിരുന്നു. നാമജപവും പ്രവർത്തകർ നടത്തിയത് പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. പുലിവാഹനനെ
അഭയം തരണേ കലിയുഗ വരദ ശ്രീമണി കണ്ട കാനനവാസ ഏകാന്തവാസ സത്യസ്വരൂപ 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 പുലിവാദനനെ VN വാസവനെ മുഖ്യമന്ത്രിയാണ് സംരക്ഷിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിക്കുന്നു. കിലോ കണക്കിന് സ്വർണവും പണവും ശബരിമലയിൽ നിന്നും ഗുരുവായൂരിൽ നിന്നും കൊള്ളയടിച്ച സർക്കാരാണ് സെക്രട്ടേറിയറ്റിനകത്തിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സന്ദേശം ഓരോ സഹപ്രവർത്തകരും ഓരോരോ സാധാരണക്കാർ പറയുന്ന അവരുടെ വേദനയും ദേഷ്യവും ആ സന്ദേശം കൊടുക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശബരിമലയിൽ 4.5 കിലോ സ്വർണം കൊള്ള ചെയ്ത സർക്കാരാണ് ഈ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നത്. ഗുരുവായൂരിന് 25 കോടി കൊള്ള ചെയ്ത സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും കൊള്ള ചെയ്ത സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ കൊള്ള ചെയ്ത ഈ സർക്കാർ മുഖ്യമന്ത്രി ഈ കൊള്ളയെ കുറിച്ച് എന്താണ് പറയുന്നത്? ശബരിമലയിൽ നടന്ന കൊള്ളയിൽ പങ്കെടുത്തവരിലെ പ്രമുഖരെ കണ്ടെത്താനുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഇപ്പോഴത്തെ ഉത്സാഹത്തിന് കുറവ് വരാതിരുന്നാൽ മതിയെന്ന് മാത്രമാണ് അഭിപ്രായം. വർഷങ്ങളായി നടന്ന പൊന്നുരുക്കലിൽ ഇടപെട്ടവരെല്ലാം കോടികൾ സമ്പാദിച്ചിട്ടുണ്ട്. അവയൊക്കെ തിരികെ കിട്ടുമെങ്കിൽ ആശ്വാസം. ഓരോ ഘട്ടം കഴിയുമ്പോഴും സ്വർണക്കൊള്ളയുടെ രൂപവും ഭാവവും മാറി വരുമ്പോൾ തന്നെ മനസ്സിലാക്കാം കോടികളാണ് കടത്തിക്കൊണ്ടു പോയതെന്ന്. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് KR.